ഈ കാണുന്നതാണ് ടെക്നോയുടെ ഏറ്റവും പുതിയ പോവ 6 Pro എന്ന ഫോൺ. ടെക്നോയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പല ഫോണുകളും നല്ല വാല്യൂ ഫോർ മണി ഫോണുകളായിരുന്നു. ഈ പോവയുടെ 5 Pro എന്ന വേർഷൻ അടിപൊളിയായിരുന്നു. 15000 എവിടെ ബെസ്റ്റ് ഫോൺസ് ചെയ്താലും അത് വരുന്നുണ്ടായിരുന്നു ആ ലിസ്റ്റിൽ. ഇന്നിതാ അതിന്റെ അടുത്ത വേർഷൻ പോവ 6 Pro വന്നിരിക്കുകയാണ്. ഇതിന്റെ ഒരു ക്യൂക്ക് അൺബോക്സിംഗ്. ഈ കാണുന്നതാണ് പോവ 6 Proയുടെ ബോക്സ്. ഓപ്പൺ ചെയ്യാം. ഒരുപാട് സ്പെക്കും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് ഫോൺ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോൺ പുറത്തോട്ട് എടുക്കുമ്പോൾ ഈ കാണുന്നതാണ് അതിന്റെ ലുക്ക്. മൊത്തം അറേഞ്ച്മെന്റ്സ് ഒരു ബോർഡിന്റെ ഒക്കെ പോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. സംഗതി ഇതിൽ കുറെ സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട്, പറയാം. അതിന് മുമ്പ് ബോക്സിൽ കുറച്ച് ഡോക്യുമെന്റേഷൻസ് വരുന്നുണ്ട്. അതേപോലെ കേസ് ഉണ്ട്. കേസ് നമുക്കൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല തിക്കായ രീതിയിലുള്ള ഒരു ഫോൺ, ഒരു നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഈ ഒരു കേസ് ഈ ഫോണിന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ പറയാം. പിന്നെ 70 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതും വളരെ സ്പെഷ്യലാണ്. പിന്നെ ചാർജിങ് കേബിള്, സിം ടൂൾ, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. സംഗതി ഈ ഡിസൈൻ ഒരു ഇത്തിരി സ്പെഷ്യാലിറ്റിക്ക് ഉള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്ന ആർക്ക് ലൈറ്റ് എന്ന് പറയുന്ന സംഗതി, ഇത് ഒരുപാട് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൈറ്റ് സെറ്റപ്പ് ആണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഡാർക്ക് സിറ്റുവേഷനിലൊക്കെ പിടിച്ചുകൊണ്ട് ആ ലൈറ്റ് കാണിക്കുമ്പോൾ പല തരത്തിൽ പല സ്റ്റൈലിൽ ഇത് വർക്ക് ചെയ്യും. കോള് വരുമ്പോൾ ഒരു തരത്തിൽ എഫക്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതേപോലെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേറെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് അതിനൊരു തരത്തിലുള്ള ഒരു എഫക്ട്, മ്യൂസിക് പ്ലേ ആകുമ്പോൾ വേറൊരു തരം എഫക്ട്, പിന്നെ ഇന്റലിജന്റ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, പാർട്ടി മോഡ് എന്ന് പറയുന്ന ഒരു സംഗതി, ചാർജിങ്ങിന്, അതേപോലെ ഗെയിംസിന്, പല കാര്യങ്ങൾക്ക് പല തരത്തിൽ ലൈറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷനൊക്കെ സെറ്റിംഗ്സിൽ ഡൈനാമിക് ലൈറ്റ് എഫക്ട് എന്ന സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ താല്പര്യമുള്ളവർ അതൊക്കെ കസ്റ്റമൈസ് ചെയ്യുക. അതിന് ഈ കാണുന്ന തരത്തിൽ പലതരത്തിലുള്ള എഫക്റ്റുകൾ നമുക്ക് ഈ ഒരു ലൈറ്റിൽ കാണാൻ സാധിക്കും. സോ എന്തായാലും അത് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് അടിപൊളിയായി. ഇനി ഇത് കൂടാതെ ഈ ഫോണിന്റെ ഡിസൈനിലെ മറ്റൊരു ഹൈലൈറ്റ് ആണ് 7.9 mm തിക്നെസ് ഈ ഫോണിനുള്ളൂ, 195 ഗ്രാം വെയിറ്റ് ഈ ഫോണിനുള്ളൂ. ഇതെന്താ അത്ര സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ആ ബാറ്ററി വെച്ചിട്ടും ഇത്രയും ലൈറ്റ് വെയിറ്റും സ്ലിമുമായിട്ട് ഫോൺ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. 6000 mAh ഉള്ള ബാറ്ററിയാണ്. ഒപ്പം തന്നെ അത് ചാർജ് ചെയ്യാൻ 70 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ്. 120,000 ആണ് ഈ ഫോണിന്റെ റേറ്റ് വരുന്നത്. ഏകദേശം ഓഫറിലൊക്കെ 17-18 രൂപ, 17 രൂപ റേഞ്ചിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റേഞ്ചിൽ വേറെ ഒരു ബ്രാൻഡും ഇതുവരെ കൊടുത്തിട്ടുള്ള ഇത്രയും വലിയൊരു ബാറ്ററി സെറ്റപ്പ് പ്ലസ് ഇത്രയും ബെസ്റ്റ് ആയ ഒരു ചാർജിങ് 70 വാട്ട്. സോ മൊത്തത്തിൽ ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിന്റെ ഒരു വലിയ സ്ട്രെങ്ത് ആണ്. പിന്നെ അത് കൂടാതെ ഇതിൽ എല്ലാതരം പോർട്സ് ആൻഡ് ബട്ടൺസും സംവിധാനങ്ങൾ ഫുൾ ആയിട്ടുണ്ട്. അതായത് താഴെ 3.5 ജാക്ക് വരുന്നുണ്ട്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്, 2 സിമ്മും മെമ്മറി കാർഡ് ഉപയോഗിക്കാം. മുകളിൽ സ്പീക്കർ ഗിൽ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ്. സാമ്പിൾ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഡീസന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ IR ബ്ലാസ്റ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ സംഭവങ്ങളും ഒരു ഫോണിന്റെ ഭാഗത്ത് കാണുന്ന എല്ലാ സംഭവങ്ങളും കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ 120 ഹെർട്സിന്റെ നല്ല ക്വാളിറ്റി ഒരു AMOLED ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. 6.78 ഇഞ്ച് വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പിന്നെ 100% DCI-P3 സപ്പോർട്ട് വരുന്നുണ്ട്. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് വരുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ ഫോണിൽ കാണേണ്ടത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഇതിന്റെ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ HDR കാണിക്കുന്നില്ല എന്ന് മാത്രമുള്ള ഫുൾ HD കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാം കൊണ്ട് ഡീസന്റ് ക്വാളിറ്റിയാണ്. വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് ഒരു കാര്യം കൂടി പറയാം. ഈ 5 ഹോൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ഡൈനാമിക് പോർട്ട് എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നുണ്ട്. അതായത് നമ്മളൊരു വോയിസ് റെക്കോർഡിംഗ് ഒക്കെ ഓൺ ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ ഈ രീതിയിൽ ഇങ്ങനെ ആനിമേഷൻ ആയിട്ട് വരും. നിങ്ങൾ കോൾ വരുമ്പോഴായാലും അതിന്റെ നോട്ടിഫിക്കേഷൻ ആ ഭാഗത്ത് വരും. സോ അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതൊക്കെ എനേബിൾ ചെയ്തിട്ട് ഉപയോഗിക്കാം. സോ ഡിസ്പ്ലേയുടെ ഭാഗത്തും വേറെ ഒരു തകരാറും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ക്യാമറ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 108 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ്, 32 മെഗാപിക്സലിന്റെയാണ് സെൽഫി ക്യാമറ. സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. റെയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയാണ്, 2 മെഗാപിക്സലിന്റെ ഒരു എക്സ്ട്രാ ക്യാമറ, പിന്നെ ഒരു AI ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, ഈ കാണുന്നതാണ് അതിന്റെ റിസൾട്ട്. കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഒരു 17,000-18,000 റേഞ്ച് ഒരു ഫോൺ എടുക്കുമ്പോൾ ഈ ഒരു ക്വാളിറ്റി മതിയോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. വീഡിയോ ക്വാളിറ്റിയും ചെറുതായിട്ട് ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറ കൊണ്ടും സെൽഫി ക്യാമറ കൊണ്ടും എടുത്ത സാമ്പിളുകൾ കാണാം. അപ്പടി നല്ലതെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. സോ അപ്പോൾ ക്യാമറയെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ കിട്ടിയല്ലോ. ഇതിന്റെ പെർഫോമൻസും ഒട്ടും തന്നെ മോശമല്ല. 17,000 രൂപ റേഞ്ചിലൊക്കെ ഇപ്പോൾ മിക്കവാറും എല്ലാ ഫോണുകളിലും കണ്ടുവരുന്ന Dimensity 6080 എന്ന പ്രോസറാണ് അതിനകത്ത് ഇരിക്കുന്നത്. സോ അതിൻ്റെതായ ഒരു ഡീസന്റ് പെർഫോമൻസ് ഈ ഫോൺ നമുക്ക് തീർച്ചയായിട്ടും തരുന്നുണ്ട്. വേറെ അപാകതകളൊന്നുമില്ല, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, സ്മൂത്ത്നെസ്സിനൊന്നും യാതൊരു വിഷയവുമില്ല. സോ അത്യാവശ്യം നല്ല സെറ്റപ്പ് ആണ്. LPDDR4X റാം ആണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. പിന്നെ റാം സ്റ്റോറേജിന് ആഡ് ചെയ്യുന്ന പരിപാടി 8 GB റാമിന്റെ ഫോൺ എടുത്താൽ നിങ്ങൾക്ക് 8 GB കൂടി ആഡ് ചെയ്ത് 16 GB പോലെ ഉപയോഗിക്കാം. 12 GB റാം വെർഷൻ ആണ് എടുക്കുന്നതെങ്കിൽ 12+12 24 GB ആക്കിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് iOS 14 വരുന്നത്, Android 14 ബേസ്ഡ്. കുറച്ച് പരസ്യ ആപ്ലിക്കേഷനൊക്കെ കാണാം, അതൊക്കെ വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. UI നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. വലിയ കുഴപ്പമൊന്നുമില്ല, നീറ്റായിട്ട് കാണുന്നു. സോ അപ്പോൾ നമ്മൾ ഇതിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, ക്യാമറ, പെർഫോമൻസ്, ബാറ്ററി എല്ലാ ഘടകങ്ങളും പറഞ്ഞു. ഓവറോൾ ഈ ഫോൺ ഒരു ഡീസന്റ് ഫോണാണ് എന്നാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത് കയ്യിലെടുത്ത് കുറച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.
ഇൻഫിനിക്സിന്റെ ഫോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാവരും കമന്റ് ഒക്കെ നോക്കി നിങ്ങൾക്ക് താല്പര്യമായെങ്കിൽ പർച്ചേസ് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. ഇതിന്റെ പ്രൈസ് റിയൽ പ്രൈസ് 19,999 ആണ്. 8GB റാം 256GB സ്റ്റോറേജിന് വരുന്നത്. അതിൽ തന്നെ 2000 രൂപയുടെ ഇൻസ്റ്റാന്റ് ബാങ്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 17,999 തന്നെ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും, ബേസ് മോഡൽ. സോ അപ്പോൾ അങ്ങനെയാണ് ടെക്നോ പോവ 6 Pro എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.